നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ജനനം മുതൽ മരണം വരെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുവാനുള്ള യാത്രയാണ് മനുഷ്യ ജീവിതം. ആ അന്വേഷണത്തിനൊരിക്കലും, ആ അറിവിനൊരിക്കലും പൂർണ്ണതയുണ്ടാകുന്നില്ല എങ്കിലും ആ അറിവിന് വേണ്ടിയിട്ടുള്ള പ്രണയവും പ്രയാണവും അതുതന്നെയാണ് മനുഷ്യ ജീവിതം. ആ സുദർശനമാണ് ഭാരതീയർ ലോകത്തെ പരിചയപ്പെടുത്തുന്ന ആത്മീയ ജീവിതം. ആത്മാവ്, മനസ്സ്, ശരീരം ഇവ മൂന്നും ചേർന്നിട്ടുള്ള പ്രയാണമാണ് ജീവിതം. അതാണ് കർമ്മവും ഭക്തിയും ജ്ഞാനവും ചേർത്ത രാജകീയമായിട്ടുള്ള ജീവിതം. അങ്ങനെ നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാലോ, കൺസ്യൂമേഷൻ, സെയിന്റ് എന്ന് പറയുന്ന, സിദ്ധൻ എന്ന് പറയുന്ന, സിദ്ധി എന്ന് പറയുന്ന, അസാധ്യമായതിനെയല്ല സിദ്ധി എന്ന് പറയുന്നത്, സാധ്യമാകുന്നതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത്. ആ സിദ്ധിയുടെ തലത്തിലേക്ക് ഉയർന്ന് സിദ്ധനാകും. അപ്പോൾ ഈ പ്രപഞ്ചത്തെ വേദിച്ച് വേദ്യമാക്കാൻ വേദത്തെ രചിക്കുവാൻ കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള ഉപാധികളായിട്ടാണ് യോഗം, നല്ല യോഗങ്ങളും യോഗയും, അതായത് മെഡിറ്റേഷൻസ് എല്ലാം നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡാണ് നമ്മളെ നയിക്കേണ്ടത്. നമ്മളുടെ ശരീരത്തിൽ ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രികണ വൈഭവത്താൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മകപാലത്തിൽ ഇരിക്കുന്ന ആത്മവൈഭവമാണ്. ഇന്റലക്റ്റലായിട്ട് ത്രിഗണ വൈഭവത്താൽ, ത്രിമൂർത്തി വൈഭവത്താൽ, സ്വപ്നം, ജാഗ്രത്, സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോഴും തുര്യം എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് ഉയർന്ന് ഇന്റലക്ട് അല്ലെങ്കിൽ വിസ്ഡം ആയിട്ട് നമ്മൾ നല്ല ബുദ്ധിയോട് കൂടിയിട്ട്, അഭിപ്രായങ്ങളിൽ നിന്നും ജനിച്ചതല്ല, അറിവിൽ നിന്നും ജനിക്കുന്ന ബുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അതിന് വേണ്ടിയിട്ടാണ് യോഗകളെല്ലാം. 4 രീതിയിൽ യോഗ ആദ്യം തിരിയുന്നുണ്ട്. കർമ്മ, ഭക്തി, ജ്ഞാന. ഇതൊക്കെ പറയുന്നത് എന്താണ്? ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള യോഗക്രമങ്ങളാണ്. അപ്പോഴാണ് തുര്യം എന്ന് പറയുന്ന രാജയോഗാവസ്ഥയിലേക്ക് നമ്മൾ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ചേർത്ത് വെച്ചിട്ട് രാജകീയമായിട്ട് ജീവിക്കുവാനും അനർത്ഥത്തെ നീക്കി അർത്ഥത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിരവധി ഉപായങ്ങളുണ്ട്. അഷ്ടാംഗയോഗം, വിന്യാസയോഗം, കുണ്ടലിനി യോഗം, വിക്രം, ഹഠം, ഇങ്ങനെയുള്ള യോഗങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹഠം എന്നൊക്കെ പറയുന്നത് ഇരിക്കുന്ന അവസ്ഥയ്ക്ക്, ഇടത്തിനെല്ലാം പ്രാധാന്യം കൽപ്പിക്കുന്ന രീതിയിലാണ് ഘടയോഗങ്ങൾ. അഷ്ടാംഗയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള സിദ്ധനാകാൻ വേണ്ടിയിട്ടുള്ള, അതായത് സെയിൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വിന്യാസയോഗം എന്ന് പറഞ്ഞാൽ ശ്വസനത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ശ്വസനത്തെ വിന്യസിക്കലാണ്. കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞാൽ ആത്മശക്തിയെ ഉയർത്തിയിട്ട് ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള യോഗാക്രമങ്ങളെല്ലാമാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിത പദ്ധതികളെ അറിയുകയും നമുക്ക് കഴിയുന്നതാണെങ്കിൽ ഇതിനെയെല്ലാം ശാസ്ത്രീയമായിട്ട് ഫോളോ ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും, ഇത് നമ്മൾ അറിയുവാനാണ്, ഈ പ്രപഞ്ചത്തെ അറിയുവാനാണ്. അഷ്ടാംഗ സിദ്ധി എന്ന് പറയുന്നത് നമുക്ക് അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ സിദ്ധി സാധ്യമാകുന്നത്. ഈ പ്രപഞ്ചത്തെ അറിയുമ്പോഴാണത്. അണിമാവ്, മഹിമാവ്, ലഘിമാവ്, ഗിരിമാവ്, ഈശത്വം, വശിത്വം, പ്രാപ്തി, പ്രകാശം എന്നൊക്കെ പറയുന്നത് ഇതിനകത്തൊന്നും അസാധ്യത കുത്തിത്തിരികേണ്ടതില്ല. ഇത് സാധ്യമാകുന്ന പദ്ധതികൾ മാത്രമാണ്. അപ്പോൾ വേദത്തെ വേദനയാക്കാതെ വേദനയെ നീക്കുന്നതിനുള്ള മാർഗമായിട്ട് വേദത്തെ കാണുക. അതുപോലെ തന്നെയാണ് അഷ്ടാംഗയോഗം. യോഗി തലത്തിലേക്കുള്ള ഉയർച്ചയാണ് അഷ്ടാംഗയോഗത്തിലൂടെ പറയുന്നത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്നൊക്കെ പറയുന്നത് വിഷ്ണുവിൻ്റെ, അതായത് ഹരിതലോകത്തിൻ്റെ, ഈ വൈകുണ്ഠ ലോകത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ അവതാരം മാത്രമായിട്ട് പൂർണ്ണമായിട്ടും ജീവനാംശം മഹാവൈഷ്ണവ ശക്തിയുടെ ഈ ഹരിതലോകത്തിൻ്റെത് മാത്രമാകുമ്പോൾ നമ്മൾ മഹാവിഷ്ണുവിനൊപ്പം, മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം, ഒരു വൃക്ഷം എങ്ങനെ ജീവനാംശത്തെ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകത്തിന് സമ്മാനിക്കുന്നു, അതുപോലെ നട്ടവനും നനച്ചവനും നട്ടം തിരിഞ്ഞെത്തുന്നവനും വെട്ടാൻ നിൽക്കുന്നവനും ഒരുപോലെ തണലേകുന്ന, ഫലമേകുന്ന, അമൃതവായുക്കളെ ഏകുന്ന, ആരോഗ്യത്തെ ഏകുന്ന, ഔഷധത്തെ ഏകുന്ന രീതിയിലേക്ക് വികാര, വിചാര, വിദ്വേഷ, വിപരീത വൈരാഗ്യങ്ങളൊന്നുമില്ലാതെ സർവരെയും ഏകമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുന്ന ഒരു തലമാണ് സമാധി എന്ന് പറയുന്നത്. മരിച്ചാൽ ഉണ്ടാകുന്ന ഒരു തലമല്ല അത്. നമ്മളൊക്കെ മരിച്ചാലേ ആ ഒരു തലത്തിലേക്ക് എത്തൂ എന്നാണ് നമ്മളുടെയൊക്കെ ഒരു ധാരണ. അങ്ങനെയല്ല, ജീവിച്ചിരിക്കുമ്പോൾ വൈഷ്ണവ അവതാരമായിട്ട് തന്നെ മാറുവാൻ നമുക്ക്
ജ്ഞാനം കൊണ്ട് കഴിയും. ഈ പ്രപഞ്ചത്തെ അറിയുമ്പോൾ നമുക്കതിന് കഴിയും. നമ്മൾ ചെറിയൊരു തണുപ്പ് വരുമ്പോഴേ പുതപ്പെടുത്ത് പുതയ്ക്കും. ചെറുതായിട്ടൊന്ന് വേർക്കുമ്പോഴേ നമ്മൾ എ സിയിലേക്ക് കയറും. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നമ്മൾ ശരിക്കും ആസ്വദിക്കുക. ഈ വെയിലിനെയും മഴയെയും മഞ്ഞിനെയും എല്ലാം ഈ കാറ്റിനെയും എല്ലാം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയണം. ഈ പ്രപഞ്ചത്തെ പഠിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കണം. നമ്മളുടെ പഠനം നിൽക്കുന്നില്ല. ആ പഠിക്കേണ്ട സിലബസാണ് അഷ്ടബുദ്ധി ഗുണങ്ങൾ. അഷ്ടബുദ്ധി ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ, ശ്രവണം, ഗ്രഹണം, ധാരണം, മോഹം, ആപോഹം, അർത്ഥബോധം, തത്വജ്ഞാനം എന്ന് പറയുന്ന അവസ്ഥ. അർത്ഥബോധം എന്ന് പറയുന്നത് പകുതി ബോധമല്ല, മുഴുവൻ അർത്ഥത്തെയും ഗ്രഹിപ്പിക്കുന്ന ബോധമാണ്. സർവ്വതിനെയും ഗ്രഹിക്കുന്ന അറിയുന്ന ബോധമാണ്. അപ്പോൾ ആ ഒരു ബോധതലത്തിലേക്ക് ഉയർന്നിട്ട് തത്വജ്ഞാനിയാവുക. അപ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ മനുഷ്യനാകുന്നത്, മനനം ചെയ്യുവാനായിട്ട് ശേഷിയുള്ളതാകുന്നത്. അപ്പം നമ്മൾ സർവ്വജീവനെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവരാകും. എന്തുകൊണ്ട്? മതം കൊണ്ടല്ല, ജാതി കൊണ്ടല്ല, അറിവ് കൊണ്ട് സർവ്വജീവനെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവനാണ്. ഇതല്ലെങ്കിലോ സർവ്വജീവനെയും സംഹരിക്കാവുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എന്ന് പേരിട്ട് മാത്രം വിളിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. അറിവിൻ്റെ ശാലകളിലേക്ക് സഞ്ചരിക്കുന്നവരാവണം, അറിവ് ശാലയിലേക്ക് സഞ്ചരിക്കാത്തവരുമാവണം. നമ്മളുടെ ജീവനെ നിലനിർത്തുവാൻ, നമ്മുടെ ആത്മാവിനെ നിലനിർത്തുവാൻ, നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ സർവ്വജീവനെയും സംരക്ഷിക്കുന്നവരാവണം. 30 കോടി ചരാചരങ്ങളെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവനാണ്. അറിവ് കൊണ്ട് മനുഷ്യൻ എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ആത്മീയ പദ്ധതികളെല്ലാം. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവെന്ന് മാത്രമാണ് അർത്ഥം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എങ്ങനെയുള്ള അറിവാണ് ആത്മീയത? ആത്മാവിനെ അറിയുന്ന, ജീവനെ സ്നേഹിക്കുന്ന, ശരീരത്തെ ദർശിക്കുന്ന അറിവാണ് ആത്മീയത. എല്ലാ ശരീരത്തിലും, എല്ലാ ജീവികളിലും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ദർശിക്കുന്ന അറിവാണ് ആത്മീയത. അപ്പോൾ മാത്രമാണ് ആ ശരീരത്തെ നമുക്ക് ദർശിക്കുവാനും, ആ ജീവനെ സ്നേഹിക്കുവാനും, ആത്മാവിനെ അറിയുവാനും നമുക്ക് കഴിയുക. ആഹാരത്തിന് വേണ്ടിയോ ആചാരത്തിന് വേണ്ടിയോ എന്തിനെങ്കിലും ഹിംസിച്ചുകൊണ്ട് നമുക്ക് ആത്മീയതയെ പ്രഭാഷണം ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ചിന്തിക്കുവാൻ പോലും നമുക്ക് അർഹതയില്ല. മറ്റ് ചരിക്കുന്ന ജീവലോകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ കുറേ ജ്ഞാന കർമ്മ ക്രിയാപദ്ധതികൾ നമ്മളുടെ പൂർവികർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഷഡാധാരങ്ങൾക്കൊക്കെ പ്രാധാന്യം വരുന്നത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, മനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് മനുഷ്യൻ ഉയരും. മഹാവിഷ്ണുവിനെ പോലെ ശ്രീചക്രധാരിയായിരിക്കുന്ന താപത്തെ ഹരിച്ച് ജീവനെ സംരക്ഷിക്കുന്ന, ജീവനാംശമേകുന്ന രീതിയിലേക്ക് നമുക്ക് സർവ്വജീവലോകത്തിനും ജീവനാംശമേകുന്ന അവസ്ഥയിലേക്ക് മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമായിട്ട് മാറുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്മളുടെ പൂർവികരുടെ ആത്മീയ പാതകളിൽ അവർ കൊരുത്തു വെച്ചിരിക്കുന്ന തന്ത്രവും മന്ത്രവും യന്ത്രവും എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പലപ്പോഴും അതൊരു ഒറ്റമൂലി പോലെയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സഹായിക്കുന്നതുമാണ്. സാധാരണ ജീവലോകത്തിന് മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂരകവും മാത്രം ആക്റ്റീവായാൽ മതി. മനുഷ്യനതല്ല, അനാഹതത്തിലേക്കും വിശുദ്ധിയിലേക്കും ആജ്ഞയിൽ നിന്നും അവിടെ നിന്ന് സഹസ്രാരത്തിലേക്കും ഉയർന്ന് ജീവിക്കേണ്ടതുണ്ട്, ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തെ പ്രളയാന്ത്യത്തിലേക്ക് എത്തിക്കാതെ ജീവന്റെ രാജധാനിയാക്കി, ജീവന്റെ രഥമാക്കി, ജീവനെ സൃഷ്ടിക്കുന്ന അണ്ടധരനാക്കി, ബീജധരനാക്കി നിലനിർത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ ഈ വേദചിന്തയിലൂടെ നമുക്ക് അല്പം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതിനെയൊന്നും വെറുതെ പുച്ഛിച്ച് തള്ളേണ്ടതില്ല, അറിയാതെ ഇതിനെയൊന്നും വെറുക്കേണ്ടതുമില്ല. പക്ഷേ ഇതിലൊന്നും അന്ധവിശ്വാസം കുത്തി നിറയ്ക്കേണ്ടതില്ല. പ്രപഞ്ചത്തെ അറിയുക, ആദ്യം അതിനായി നമ്മളെ തന്നെ നമ്മൾ അറിയുക. അതിന് സഹായകമാകുന്ന വീഡിയോസാണ് നമ്മളുടെ ഈ ചാനലിലൂടെ വരുന്നത്. ഇത് പ്രണവവേദമാണ്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് ജാതി, മത, വർണ്ണ, വർഗ, രാഷ്ട്രീയ ചിന്തകളൊന്നുമില്ലാതെയാണ് ഈ പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന മെൻഷൻ ചെയ്യുവാൻ കഴിവുള്ള മനനശാലിയായിട്ടുള്ള മനുഷ്യന് വേണ്ടിയിട്ടാണ് നമ്മളുടെ പൂർവികർ, അത് സപ്തഭൂഖണ്ഡങ്ങളിലെയും പൂർവികർ നെയ്തെടുത്തിരിക്കുന്ന ആ ശാസ്ത്ര ചിന്തകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധകളെ തിരിക്കുന്നതിന്, ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അതുപോലെ തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യണം. നമ്മളുടെ കുഞ്ഞുമക്കൾ അറിയണം ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ പൂർവികർ ജീവിച്ചിരുന്നത്, അവരെന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. എൻ്റെ അഭിപ്രായങ്ങളല്ല ഞാൻ ഈ പറയുന്നത്, ഇത് അറിവാണ്. നമ്മളുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ച അറിവുകൾ മാത്രമാണ്. നമ്മളും അഭിപ്രായം പറയുന്നവരോ അഭിപ്രായം കേൾക്കുന്നവരോ അല്ല ആവേണ്ടത്, അറിവ് പറയുന്നവരും അറിവിനെ ധരിക്കുന്നവരുമാണ് ആവേണ്ടത്. അപ്പോൾ അതിനായിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ബന്ധുമിത്രാദികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ അവർക്കും ഇത് ഉപകാരപ്പെട്ടേക്കാം. ചിലപ്പോൾ ഇത് അവർക്കൊരു ആശ്വാസമേകിയേക്കാം. കാരണം അന്ധവിശ്വാസത്തിൻ്റെ ലോകത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ശാസ്ത്രവിശ്വാസത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് പ്രണവവേദം അർത്ഥമാക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വേദനയെ നീക്കുന്ന വേദത്തിൻ്റെ ഈ പ്രണവവേദത്തിൻ്റെ ചാനലിലൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.